അപ്പൂപ്പനെ കുടിക്കെന്നാണ് നിവേദ് പറഞ്ഞത്. ആ അത് വല്ലാത്തൊരു സംഭവമായി പോയേട്ടാ. എന്താണ് സാറേ ഇതിപ്പോ കറക്റ്റ്? അവരുടെ കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കേട്ട് ഞാൻ വല്ലാതിരിക്കുന്നത്. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നം. അല്ല എനിക്കത് അങ്ങോട്ട് മനസ്സിലായി. അതാണ്ട് ആ അപ്പൂപ്പന് സ്വത്ത് തർക്കത്തിന് വേണ്ടിയിട്ട് മക്കളും ചെറുമക്കളും എല്ലാം കൂടെ കള്ളക്കേസ് കൊടുത്ത് അകത്താക്കിയത്. ഓ അതാണ്. അത് ശരി. ഒന്നും മനസ്സിലായില്ലേ? അല്ല ഞാൻ കറക്റ്റായിട്ട് മോൻ പറഞ്ഞ് മനസ്സിലായില്ല. ഇപ്പോഴും പറഞ്ഞപ്പോഴും വ്യക്തമായത്. അതായത് സ്വന്തം മക്കള് സ്വത്തിന് വേണ്ടിയിട്ട് കൊച്ചു പിള്ളേരെ ചെറുമക്കളെ പേരിൽ കള്ളക്കേസ് പോക്സോ കേസ് കൊടുത്ത് സ്വന്തം അപ്പന്മാരെ അകത്താക്കുന്ന കേസാണ് ജ്യോതിരി. അല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലേ ഈ പോക്സോ കേസിൽ ഒരു 10-15% ഇങ്ങനെ കള്ളക്കേസാണ്. നിരപരാധികൾ കണ്ടമാനം ആൾക്കാർ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു. ഉറപ്പാണ്. ഈ എന്തറിയാമോ, ഇത് മുഖേന നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ഈ തെറ്റ് ചെയ്തവര് രക്ഷപ്പെടുകയും. സാറേ അത് അങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടാ. ഈ സ്വത്ത് തർക്കമാണ് ഇതിന്റെ മെയിനായിട്ട് അത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് പണ്ടത്തെ കണക്ക് ഇപ്പൊ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ ഇപ്പൊ ചെറുപ്പക്കാരെ പിള്ളേർക്കൊക്കെ അവർക്കൊക്കെ കാശിന്റെ ചെലവ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പൊ നേരത്തെ ഉള്ളതൊക്കെ കിട്ടണമെന്നുള്ളതാണ് ഇവരുടെ മനസ്സിന്റെ ഒരു മോഹം. അതിന് വേണ്ടിയിട്ട് അവരുടെ അനാവശ്യ ചെലവുകൾക്ക് വേണ്ടിയിട്ട് അവർ ഇമാതിരിയുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത. ഇത് ഈ കേസിൽ കൊടുക്കട്ടെ, പിന്നെയും സഹിക്കാം. ചില ആൾക്കാർ അമ്മയും അച്ഛനെയൊക്കെ ഈ സ്വത്ത് തർക്കത്തിൽ തലക്കടിച്ചു കൊല്ലുക, എത്ര കേസുകൾ സാറേ പറഞ്ഞാൽ നമുക്ക് മനസ്സാക്ഷിയില്ലാത്ത അവസ്ഥയാണെന്നേ നമ്മൾ വിചാരിക്കും പോലെയല്ല. കാരണം എന്തറിയാമോ, ഈ സ്വത്ത് എന്തായാലും മരിക്കുമ്പം കൊണ്ടുപോകണില്ല. ഈ നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞ സാധനം എന്തായാലും സ്വത്ത് എന്ന് പറഞ്ഞ സാധനം ഇതൊന്നും ഒരു മനുഷ്യൻ ഇവിടെ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാൾ മരിച്ച അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കുഴിച്ചിടാനും പറ്റൂല. അതെ അതാണ്. ഇതെല്ലാം ഈ പുതിയ തലമുറ കൊച്ചു തലമുറകൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതാണ് സത്യം. നീ എന്തോടാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങനെ പോയാ എങ്ങനെ സേട്ടാ? ഇങ്ങനെ പോയാൽ നേരെ അങ്ങോട്ട് പോകും. ഒരു പരിധിവരെ ലഹരിയും ഇതിലൊരു ഘടകമാണ്. ലഹരിയൊക്കെ വിടടേ. ഇതൊക്കെ എന്തോന്ന് ലഹരി? സ്വന്തം മാതാപിതാക്കളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിട്ട് കള്ളക്കേസ് കൊടുത്തിട്ട് ജയിലിലാണ്. നമ്മളെ പാല് നിന്ന് വളർത്തി ഈ നിലയിൽ എത്തിച്ചിട്ട് അവർക്ക് വയ്യാതാവുന്ന കാലത്ത് അവരെ പണത്തിന് വേണ്ടി കള്ളക്കേസ് കുടിക്കൊണ്ട് അകത്തിടുക എന്ന് പറഞ്ഞാൽ. ഈ ഇടക്കാലത്ത് വേറെ സംഭവം അറിഞ്ഞില്ലേ സാറേ? ഈ സ്വത്തും അതായത് ആ വീടും സ്ഥലമൊക്കെ വിറ്റ് കിട്ടിയത് മോക്കം കൊണ്ട് ഏൽപ്പിച്ചു. ആ പൈസ വാങ്ങിച്ചു വെച്ചോണ്ട് തന്റെ നല്ല കൂടെ അടിച്ചു പടി കയറി. ഒന്ന് ആലോചിച്ചോ. പോലീസ് എന്നിട്ട് ഇതിൽ പലതിനും നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്നു പറയുന്നില്ലേ സാറേ? പലതിനും തെളിവുകളില്ല. ഈ തെളിവുകൾ ഇവർക്കെതിരാണ്. അത്രമാത്രം നല്ല രീതിയിൽ ഇവർ തെളിവുകൾ ഉണ്ടാക്കും. അത്ര കൂർമ്മ ബുദ്ധിക്കാരാണ്. ഞാൻ കരുതി ഈ വിദ്യാഭ്യാസമൊക്കെ കൂടി വരുമ്പോ ഇതിനൊരു മാറ്റം വരുമെന്ന് കരുതി. ഇത് വിദ്യാഭ്യാസമുള്ളവർ ഇല്ലാത്തവർ എല്ലാം കണക്ക് തന്നെ. സത്യം സാറേ. സ്വന്തം ശരീരത്തേക്കാൾ വിലപിടിപ്പുള്ള സമ്പത്തൊന്നും ഈ ലോകത്തില്ല.